السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അംബിയാ വളരെ ആഴത്തിൽ അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്ത് അതിൽ പറയുന്ന വിഷയങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് വിവിധ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ അംബിയായിലെ 47 ആയത്തുകളാണ് ഇതിനകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന തുലാസ് സ്ഥാപിക്കുമെന്നും ഒരാളോടും ഒട്ടും അനീതി കാണിക്കാത്ത ഒരു തുലാസായിരിക്കും അതെന്നും ആർക്കാണോ അണു അളവ് നന്മയുള്ളത് അതിൻ്റെ പ്രതിഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വകഫാ ബിനാ ഹാസിബീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിച്ചിട്ടുള്ളത്. എന്താണ് മീസാൻ എന്നും മീസാനിലേക്ക് കൂടുതൽ ഭാരമുണ്ടാക്കുന്ന പ്രത്യേക നന്മകൾ ഏതെല്ലാമാണ് എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ സൂറത്തുൽ അംബിയാ, പ്രവാചകന്മാർ എന്നാണ് ആ പേരിന്റെ തന്നെ അർത്ഥം. 16 പ്രവാചകന്മാരുടെ പേരാണ് ഈ സൂറത്തിൽ വന്നിട്ടുള്ളത്. ചില പ്രവാചകന്മാരെ കുറിച്ച് ചില സൂറത്തുകളിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സൂറത്തിൽ പ്രവാചകന്മാർ എന്ന അർത്ഥമുള്ള ഈ സൂറത്തിൽ പ്രവാചകന്മാരുടെ പേരും വളരെ കുറഞ്ഞ ചില കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും അധികം തവണ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ എന്ന നിലക്ക് പ്രവാചകന്മാർ എന്നർത്ഥമുള്ള ഈ സൂറത്തിൽ ആദ്യം പറയുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണ്. അഥവാ പ്രവാചകന്മാർ വന്ന ക്രമത്തിലല്ല ഈ സൂറത്തിൽ പ്രവാചകന്മാരുടെ പേര് വന്നിട്ടുള്ളത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരുടെയും പേര് അതിൻ്റെതായ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്, ഇനി 48-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 പ്രവാചകന്മാരുടെ പേരാണ് പ്രസ്തുത ആയത്തിൽ വന്നിട്ടുള്ളത്. ആയത്തിന്റെ ഓരോ വാക്കും അർത്ഥവും ആശയവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വിശദമായി ചില കാര്യങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ മൂസാ വഹാറൂൻ
വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാൻ വലിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. ഖദ് ലഖദ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. വലഖദ് തീർച്ചയായും, ആതൈന നാം നൽകിയിട്ടുണ്ട്. അത എന്ന് പറഞ്ഞാൽ ജാഅ വന്നു എന്നാണ് അർത്ഥം. ആത എന്ന് പറഞ്ഞാൽ കൊടുത്തു, നൽകി എന്നാണ് അർത്ഥം. അതിന്റെ മുതറാദിഫായിട്ട് ആഴ്ത്ത ദഫഅ എന്നൊക്കെയാണ് പറയാ. വലഖദ് ആതൈന തീർച്ചയായും നാം കൊടുത്തിട്ടുണ്ട്, നാം നൽകിയിട്ടുണ്ട്. മൂസ മൂസാ നബിക്ക് നൽകിയിട്ടുണ്ട്. അവിടെ മഫ്ഊലും ബിഹി ആണ് മൂസ അലൈഹിസ്സലാം. മൂസാ നബിക്ക് നാം കൊടുത്തിട്ടുണ്ട്. വ ഹാറൂന ഹാറൂൻ നബിക്കും കൊടുത്തിട്ടുണ്ട്. മൂസാ നബിക്കും കൊടുത്തിട്ടുണ്ട്, ഹാറൂൻ നബിക്കും കൊടുത്തിട്ടുണ്ട്. എന്തിനെ കൊടുത്തു? വേറൊരു മഫ്ഊലും കൂടിയും വരികയാണ്. അൽ ഫുർഖാന വേദഗ്രന്ഥത്തെ കൊടുത്തിട്ടുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥത്തെ കൊടുത്തിട്ടുണ്ട്. തൗറാത്തിന്റെയും ഖുർആനിന്റെയും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു വിശേഷണ പേരാണ് അൽ ഫുർഖാൻ. വലഖദ് തീർച്ചയായും ആതൈന നാം കൊടുത്തു, മൂസ മൂസാ നബിക്ക് കൊടുത്തു. വ ഹാറൂന മൂസാ നബിക്കും ഹാറൂൻ നബിക്കും കൂടി കൊടുത്തു. അൽ ഫുർഖാന അൽ ഫുർഖാൻ കൊടുത്തു, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം കൊടുത്തു. വ ളിയാഅൻ വെളിച്ചവും കൊടുത്തിട്ടുണ്ട്, പ്രകാശം കൊടുത്തിട്ടുണ്ട്. വ ദിക്റൻ ലിൽ മുത്തഖീൻ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഉത്ബോധനവും നൽകിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയ ഈ സൂറത്തിൽ ആകെ മൂസാ നബിയെ കുറിച്ച് പറയുന്നത് ഇതേ ഉള്ളൂ. പക്ഷെ ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. എന്തേ കാരണം? അൽ ഫുർഖാനും ളിയാഉം ദിക്റും അതാണ് ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മൂസാ നബിക്കും ഹാറൂൻ നബിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിൽ വാക്കുകളിൽ കെട്ടിക്കുടുക്കുകളൊന്നുമില്ല. അതുകൊണ്ട് അധികം വാക്കുകൾ നമ്മൾ ഇനി വിശദീകരിക്കണില്ല, വിശദീകരണങ്ങളിലേക്ക് പോകുകയാണ്. വലഖദ് തീർച്ചയായും ആതൈന നാം കൊടുത്തു, മൂസാ നബിക്ക് കൊടുത്തു. വ ഹാറൂന സഹോദരൻ ഹാറൂനിനും കൊടുത്തു. അൽ ഫുർഖാൻ ഫറഖ എന്ന് പറഞ്ഞാൽ ശരിക്ക് വേറിട്ട് നിന്നുന്ന, സത്യവും അസത്യവും വേർതിരിക്കുന്നത് കൊണ്ടാണ് ഗ്രന്ഥങ്ങൾക്ക്, വേദഗ്രന്ഥങ്ങൾക്ക്, പ്രത്യേകിച്ച് തൗറാത്തിനും ഖുർആനിനും ഒക്കെ അൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകിയ വ്യത്യസ്ത പേരുകളിൽ ഒരു പേര് കൂടിയാണ് അൽ ഫുർഖാൻ. ഇവിടെ തൗറാത്തിനെ കുറിച്ചും അൽ ഫുർഖാൻ എന്ന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുകയാണ്. ബദർ യുദ്ധം നടന്നതിനെ കുറിച്ച് യൗമുൽ ഫുർഖാൻ എന്നാ പറയാ. സത്യവും അസത്യവും വേർതിരിച്ച ദിവസം, തൗഹീദും ശിർക്കും തമ്മിൽ ഏറ്റുമുട്ടിയ ദിനം, വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ പോരാടിയ ദിവസം എന്ന നിലക്ക് യൗമുൽ ഫുർഖാൻ എന്ന് ബദർ യുദ്ധത്തിന് പറയും, ബദർ യുദ്ധ ദിവസത്തിന് പറയും. വെളിച്ചം, വദിക്റൻ ലിൽ മുത്തഖീൻ ദിക്ർ എന്നും ളിയാ എന്നും നൂറ് എന്നും ഒക്കെ ഖുർആനിലും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്, വിശുദ്ധ ഖുർആൻ ദിക്റാണ്, വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ് എന്ന പോലെ തൗറാത്തിനെ കുറിച്ചും അല്ലാഹ് പറയാണ് അത് ഫുർഖാനാണ്, ളിയാ ആണ്, ദിക്റാണ്. പറയണ മനസ്സിലാണ്ടോ രണ്ടും തമ്മിലുള്ള ബന്ധം? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിന് കൊടുത്തതിനെ കുറിച്ച് പറയാണ് അൽ ഫുർഖാൻ, ഫുർഖാൻ കൊടുത്തു. വളിയാഅൻ വെളിച്ചമാണ്, ഇരുട്ടുകളെ ഭേദിക്കുന്ന, കൂരിരുട്ടുകളെ ഇല്ലാതെയാക്കുന്ന, പ്രകാശപൂരിതമാക്കി മാറ്റുന്ന വേദഗ്രന്ഥമാണ് തൗറാത്ത്. വദിക്റൻ ലിൽ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്ക് ഒരു ഉത്ബോധനവുമാണ്, ഒരു ഉപദേശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് മൂസാ നബിയുമായി ബന്ധപ്പെട്ട് ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ പറയാം. രണ്ട് പ്രവാചകന്മാരുടെ പേര് ഇതിലുണ്ട്. അതിൽ മൂസാ നബിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം എന്ന് നമുക്കറിയാം. പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഇന്ന അക്സറൽ അംബിയാഇ ദുക്റ ബിസ്മിഹി ഫിൽ ഖുർആനി വ മൂസ അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു പേര് മൂസാ നബിയുടെ പേരാകുന്നു. വഖദ് തകററ ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഫിൽ ഖുർആനി വിശുദ്ധ ഖുർആനിൽ 36 മറ 136 തവണ. 136 തവണ ആവർത്തിച്ച് പേര് പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അത് തന്നെ 34 സൂറത്തുകളിലാണ് വന്നിട്ടുള്ളത്.
34 സൂറത്തുകളിലായി 136 തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരും വന്നു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ പരാമർശിക്കപ്പെട്ട സമൂഹം ബനു ഇസ്രായേലരുമാണ്. ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരിൽ വളരെ ശ്രേഷ്ഠനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഖുർആനിൽ കൂടുതൽ തവണ വന്നു. ബനു ഇസ്രായേലിനെ കുറിച്ചാണ്, ഒരു സമൂഹത്തെ കുറിച്ച് ഖുർആൻ കൂടുതൽ പറഞ്ഞിട്ടുള്ള വിഭാഗം. റെഡി അല്ലേ? അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരുകൾ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് സൂറത്തുൽ അറാഫിലാണ്. 21 തവണയാണ് ആ ഒറ്റ സൂറത്തിൽ വന്നിട്ടുള്ളത്. 21 തവണ സൂറത്തുൽ അറാഫിൽ മൂസാ നബിയുടെ പേര് വന്നിട്ടുണ്ട്. ഞാൻ വിശദമായി പറയല്ല, ആയത്തുകൾ 136 തവണ വന്ന ആയത്തുകൾ ഓതുന്നില്ല. പക്ഷെ ഓരോ സൂറത്തിലും എത്ര തവണ വന്നു എന്ന് പിന്നീട് ഈ ക്ലാസ് കേൾക്കും, എഴുതിയെടുക്കും, അങ്ങനെ പഠിക്കും ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പറഞ്ഞു പോകുകയാണ്. ഇപ്പൊ പെട്ടെന്ന് എഴുതിയെടുക്കാൻ കഴിയുന്ന രീതിയിലല്ല പറയുന്നത് എന്നർത്ഥം. സൂറത്തുൽ അറാഫിൽ 21 തവണ, സൂറത്തുൽ ഖസസിൽ 18 തവണ. സൂറത്തുൽ ഖസസ് ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രത്തിന്റെ ക്രമത്തിൽ വന്നിട്ടുള്ള സൂറത്ത്. ഇപ്പൊ സൂറത്തു ത്വാഹ നമ്മൾ പഠിച്ചു പോയ സൂറത്താണ്. മൂസാ നബിയെ കുറിച്ച് ആദ്യം പറയുന്നത് ജനനത്തെ കുറിച്ചല്ല, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചെരിഞ്ഞിട്ടുണ്ട് ഉമ്മ ഗർഭിണിയായ സമയത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലേ. ശരിക്കും അതിന് മുമ്പ് നുബുവത്ത് കിട്ടണതൊക്കെയാണ് പരാമർശിക്കുന്നത്. എന്നാൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ ആയത്ത് മുതൽ, തുടക്കം മുതൽ ഇങ്ങനെ നോക്കിയാൽ മൂസാ നബിയുടെ ജനനം മുതൽ ഇങ്ങനെ ആ ചരിത്രം അതിന്റെ ക്രമത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖസസിൽ 18 തവണ മൂസാ നബിയുടെ പേര് വന്നിട്ടുണ്ട്. സൂറത്തു ത്വാഹയിലാണ് അതിന് താഴെയുള്ളത്, അഥവാ 17 തവണ. സൂറത്തുൽ ബഖറയിൽ 13 തവണ. സൂറത്തു യൂനുസിലും സൂറത്തു ശുഅറയിലും 8 തവണ വീതം. സൂറത്തു ഗാഫിർ 40-ാം അധ്യായം 5 തവണ. സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അൻആം, സൂറത്തു ഇബ്രാഹിം, സൂറത്തുൽ നംല്, സൂറത്തു ഹൂദ്, സൂറത്തുൽ ഇസ്രാ, ഇത്രയും സൂറത്തുകളിൽ 3 തവണ വീതമാണ് മൂസാ നബിയുടെ പേര് വന്നിട്ടുള്ളത്. അൽ കഹ്ഫ് സൂറയിലും സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്തുൽ അഹ്സാബിലും സൂറത്തു സ്വാഫാത്തിലും സൂറത്തുൽ അഹ്ഖാഫിലും 2 തവണ വീതം മൂസാ നബിയുടെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തു മറിയം, സൂറത്തുൽ അംബിയ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ അങ്കബൂത്ത്, സൂറത്തു സജ്ദ, സൂറത്തു ഫുസ്സിലത്ത്, സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു ദാരിയാത്ത്, സൂറത്തു നജ്ം, സൂറത്തു സഫ്, സൂറത്തു നാസിആത്ത്, സൂറത്തുൽ അഅല. ഇത്രയും സൂറത്തുകളിൽ ഓരോ തവണ വീതവും മൂസാ നബിയുടെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 38-ാമത്തെ വചനത്തിൽ മാത്രമാണ് ഈ സൂറത്തിൽ മൂസാ നബിയുടെ പേര് വന്നിട്ടുള്ളത്. ഒറ്റ തവണ മാത്രമേ വന്നിട്ടുള്ളൂ. 48-ാമത്തെ ആയത്തിൽ, 48-ാമത്തെ ആയത്തിൽ വന്ന ഈ ഒരു തവണ മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഈ സൂറത്തിൽ വന്നിട്ടുള്ളത് എന്നർത്ഥം. ഏറ്റവും കൂടുതൽ തവണ വന്നത് അറാഫിലാണ്, 21 തവണയാണ്. ക്രമത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്. അതിൽ 18 തവണയാണ് വന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പോരിശ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഇടയ്ക്കിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസിന്റെയും സൂറത്തു ശുഅറയിന്റെയും സൂറത്തു ത്വാഹയുടെയും അവതരണ രീതിയിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രത്തിലെ ആ ജനനം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചുരുക്കി പറഞ്ഞു പോകുകയാണ് ഇൻഷാ അല്ലാഹ്. ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് തന്നെ രഹസ്യമായിട്ടാണ്, ഫിറഔനിന്റെ കാലത്താണ്. കാരണം ഫറോവ ആ ഇസ്രായേലിലെ ആൺകുട്ടികളെ കൊന്നുകളയണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച സമയത്തായിരുന്നു മാതാവ് ഗർഭം ചുമന്നത്. ഇസ്രായേലിൽ നിന്ന് ഒരു ആൺകുട്ടി പിറക്കാനുണ്ടെന്നും അത് ഭരണകൂടം തകർക്കുമെന്നും ഉള്ള പ്രവചനത്തെ തുടർന്ന് ആൺകുട്ടികളെ കൊല്ലാനും പെൺകുട്ടികളെ ജീവനോടെ വെക്കാനും അവൻ ഉത്തരവിട്ടു. സൂറത്തുൽ ഖസസിൽ അല്ലാഹ് പറയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഫിറഔന് ഭൂമിയിൽ ഔന്നിത്യം നടിച്ചവനാണ്. വജഅല അഹ്ലഹാ ശിആ, അവിടുത്തെ ആളുകളെ വിവിധ കക്ഷികളാക്കി മാറ്റിയവനാണ്. യസ്തളിഫു ത്വായിഫതം മിൻഹും, അവരിൽ ഒരു വിഭാഗത്തെ അവൻ അടിച്ചമർത്തിക്കൊണ്ട് യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരിലെ ആൺകുട്ടികളെ അവൻ കൊന്നുകളയുകയും പെൺകുട്ടികളെ അവൻ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ കുഴപ്പക്കാരനായിരുന്നു. സൂറത്തുൽ ഖസസിൽ മൂസാ നബിന്റെ ചരിത്രം തുടങ്ങാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫിറഔൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു.
ബനൂ ഇസ്രായേലിൽ പിറക്കുന്ന ആളുകളെ, ആൺകുട്ടികളെ കൊന്നുകളയുന്ന ഒരു മുഫ്സിദായിരുന്നു ഫിറഔൻ. കണ്ടോ, ആ സമയത്താണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് ഗർഭം ചുമക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കിക്കോ, പേടിക്കണ്ട, ഭയപ്പെടണ്ട, പ്രവാചകന്മാരാക്കിയിട്ട് നല്ലൊരു വ്യക്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് കാണിച്ചു തരാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൽ ഖസസിലെ 7-ാം വചനമാണ്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറഞ്ഞു, ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അൻഖ്തി ഫീഹി ഫിത്താബൂതി വഖ്തി ഫീഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിലി യഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുല്ലാഹ്. എന്റെയും അവന്റെയും ശത്രുവായി വരുന്നൊരു ശത്രു അത് എടുത്തുകൊള്ളും. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതസ്നഅ അലാ ഐനി. പിന്നെ ഇത് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുക്കും അലാ മ യക്ഫുലു. അല്ലേ, സഹോദരി നടന്നതും കുട്ടിയെ എടുത്തതും കൊട്ടാരത്തിലെത്തിയതും അങ്ങനെ ആ കുട്ടിയെ നമുക്ക് വളർത്താമെന്ന് കൊട്ടാരത്തിലുള്ളവർ തീരുമാനിച്ചതുമൊക്കെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ കുട്ടി വളരുന്നു. അബദ്ധത്താൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് കിബിത്തി കൊല്ലപ്പെടുന്നു. പേടിച്ചുകൊണ്ട് മൂസാ അലൈഹി സ്വലാം മിസ്രിൽ നിന്ന് പോകുന്നു. മദീനിലേക്ക് പോകുന്ന വഴിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅസ്ബഹ ഫിൽ മദീനതി ഖായിഫ ഫിൽ യതറഖബു ഫഇദല്ലദി ഇസ്തൻസറഹു ബിൽ അംസ് യസ്തസ്രിഖുഹു ഖാല ലഹു മൂസാ ഇന്നക ലഗവിയ്യുൻ മുബീൻ. സൂറത്തുൽ ഖസസിലെ 18 അവിടുന്ന് അങ്ങോട്ട് കാണാം. മദീനയിലേക്ക് എത്തി. അപ്പോ 2 പെൺകുട്ടികൾ വെള്ളം കോരിയാണ്. വലമ്മ വറദ മാഅ മദിയൻ വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസ് യസ്ഖൂന വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാനി. വെള്ളം കോരുന്ന 2 സ്ത്രീകളെ കണ്ടു. വെള്ളം കോരാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സഹായിച്ചു. കുട്ടികൾ വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. അപ്പോ ബാപ്പ വിളിച്ചു വരുത്തി. വളരെ ലജ്ജയോടുകൂടിയാണ് കുട്ടികൾ നടന്നത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ ഒരു 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ കുട്ടികളിൽ ഒരാളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കുട്ടികളുടെ ഉപ്പ തീരുമാനിക്കുന്നു. സൂറത്തുൽ ഖസസിന്റെ 27 കാണാം, ഖാല ഇന്നി ഉരീദു അൻ അൻകിഹക ഇഹ്ദബനതൈ ഹാതൈനി. ഈ 2-ൽ ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. അല അൻ തഅ്ജുറുനി 8 ഹിജജിൻ. 8 കൊല്ലം സേവനം ചെയ്യണം, അതാണ് മഹർ. 10 ആണെങ്കിൽ ഒന്നും കൂടി നല്ലത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ വർഷമൊക്കെ പൂർത്തീകരിച്ച് കല്യാണം കഴിച്ച് അവിടുന്ന് മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് തിരിച്ചു പോരുമ്പോഴാണ് തനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നത്. ഇത് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ് ഔ അജിദു അലന്നാരി ഹുദാ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഉൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അല്ലേ, പിന്നെ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണതും നിസ്കരിക്കണമെന്നും നോർക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കുകയാണ്. പിന്നീട് ദൗത്യ നിർവഹണത്തിനു വേണ്ടി ഫിറഔനിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഖാല റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തിന് വിശാലത തരണം, നാവിൻ്റെ കെട്ടിക്കൊടുക്ക് ഒഴിവാക്കി തരണം, എനിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. വജഅൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ. എനിക്ക് എൻ്റെ സഹോദരൻ ഹാറൂനിനെ കൂടി ഒന്ന് കൂടെ പറഞ്ഞയക്കണം, അപ്പോൾ എനിക്ക് സഹായത്തിന് ശക്തി പകരാൻ ഒരാളും കൂടി ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാറൂൻ അലൈഹിസ്സലാം നബിയായി ഒപ്പം പോവുകയാണ്. ഫിറഔന്റെ അടുക്കലേക്ക് ചെല്ലുന്നു, കാര്യം അവതരിപ്പിക്കുന്നു. ഇത് സിഹറാണ് എന്ന് പറയുന്നു. സാഹിറുകൾ ഹാജരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞു. ഖാലു ഇന്ന ഹാദാനി ലസാഹിറാനി യുരീദാനി യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമ. ഇവർ രണ്ടാളും വലിയ മാജിക്കാരാണ്, മാജിക് കൊണ്ട് നിങ്ങളെ പുറത്താക്കാൻ വന്നതാണ്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ മാജിക് എടുത്തോളീൻ എന്ന് പറഞ്ഞു ഫിറഔൻ അവന്റെ ആളുകളോട്. ദിവസം നിശ്ചയിച്ചു, ആളുകൾ കൂടി. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സൂറത്തു ത്വാഹയിലും സൂറത്തുൽ ഖസസിലും ഒക്കെ വന്ന ആയത്തുകൾ ഞാൻ വിശദമായി ഇവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ വിശദമായി പറയണില്ല. സാഹിറുകൾ മൂസാ നബിയിൽ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടായി. അല്ലേ, അല്ലാഹ് പറയാണ് ഫഉൽഖിയ സഹറതു സുജ്ജദാ.
ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ. ഹാറൂനിന്റെ റബ്ബിൽ, മൂസയുടെ റബ്ബിൽ ഞങ്ങളും വിശ്വസിക്കുകയാണ്. ഫിറഔൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. കൈകാലുകളെ വിഭിന്നമായി ഛേദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അനുവാദം തരും മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളെ തന്നെ സിഹിർ പഠിപ്പിച്ച വലിയോനായിരിക്കും അവനെന്ന് പറഞ്ഞു. ഈത്തപ്പനയിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്ത് കയറിയാൽ പിന്നെ അപ്പുറത്ത് കിടന്നത് ആരാന്നുള്ളത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അന്നുവരെ തനിക്ക് അന്നം തന്നോനാണ് എന്ന കൂറുണ്ടാവില്ല, തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടാവില്ല, പ്രകോപനവും പ്രചോദനവും പിന്നീട് പ്രശ്നമാവില്ല. കാരണം എന്താ? ഹൃദയത്തിലേക്ക് ആദർശം കയറി. അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, മൂസാ നബി അള്ളാന്റെ പ്രവാചകനാണ് എന്ന് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടു. ആ ധൈര്യം അവർ പ്രകടിപ്പിച്ചു. ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ, ഇഹലോകത്തു നിന്നല്ലേ നീ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ഉറച്ച് അവർ നിന്നു. കാര്യങ്ങൾ കഴിഞ്ഞു. ഇസ്രായേല്യരെ മോചിപ്പിക്കണം, അവരെയും കൊണ്ട് പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമുണ്ടായി. അവരെയും കൊണ്ട് രാത്രി പുറപ്പെട്ടു. കടലിന്റെ മുന്നിലെത്തി. പിന്നിൽ ശത്രു, മുന്നിൽ കടലെന്ന അവസ്ഥ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ട തന്നെ രക്ഷ ഉണ്ടാവൂല. അപ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അങ്ങനെ പറയണ്ട, നമ്മുടെ റബ്ബ് നമുക്ക് വഴി കാണിച്ച് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അള്ളാഹു വഹി കൊടുത്തു. വടികൊണ്ട് കടലിലടിച്ചു, രണ്ടു ഭാഗത്തേക്ക് പിളർന്നു, മാറി നിന്നു, ഉണങ്ങിയ വഴി രൂപപ്പെട്ടു. അതിലൂടെ മൂസാ നബിയും വിശ്വാസികളും അക്കരെ എത്തി. അവിടേക്ക് ഇറങ്ങിയ ഫിറഔനും അവന്റെ ആളുകളും മുങ്ങി നശിച്ചു. ഫഅഗ്റഖ്നാഹും ഫിൽ യം, ആ കടലിൽ നാം അവരെ മുക്കിക്കൊന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ചെങ്കടലും കടന്നപ്പുറത്തെത്തി. മൂസാ നബിയും അനുയായികളും ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പല നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തു. ഖുദ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ഫലസ്തീനിലേക്ക്. അവിടെയുള്ള അമാലിക്ക വർഗത്തിൽ നിന്ന് ഖുദ്സ് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. അവർ ജബ്ബാരിങ്ങളാണ്, സ്വേച്ഛാധിപതികളാണ്, ഞങ്ങൾക്ക് പോകാൻ പേടിയാണ്, ഞങ്ങൾ പോകൂല എന്ന് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു. മൂസാ നബിക്ക് വിഷമായി. കാരണം എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് സത്യാന്നൊക്കെ മനസ്സിലായി, സത്യത്തിന്റെ കൂടെ നിന്ന് കടലും പിളർന്ന് രക്ഷപ്പെട്ടവര് പറയാണ്, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ രണ്ടാള് പോയാൽ തന്നെ ഫലസ്തീൻ കിട്ടും, അല്ലാതെ അവിടെ പോയിട്ട് യുദ്ധോ പ്രശ്നമോ തർക്കോ വലിയ ജബ്ബാരിങ്ങളാന്നുള്ള പേടിയൊന്നും വേണ്ട, കയറി ചെന്നാ മതി. അത് മൂസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് അവർ തിരിച്ചു പറഞ്ഞത് എന്താ? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖാഇദൂൻ, രണ്ടാളും മതി എന്നുണ്ടെങ്കിൽ നീയും നിന്റെ റബ്ബും പോയിക്കോ, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞ് ധിക്കരിച്ചു. അവർ പല രീതിയിലും അള്ളാഹു അവരെ പരീക്ഷിച്ചു. തവളകളെ കൊണ്ട്, പേനുകളെ കൊണ്ട്, രക്തം കൊണ്ട്, പല പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. അവർ അങ്ങനെ ചെയ്യുക വഴി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ. അവർ വിലക്കപ്പെട്ട ദിവസം മീൻ പിടിച്ചതിന്റെ പേരിൽ കുരങ്ങുകളാകുന്ന അവസ്ഥയുണ്ടായി. അവർക്ക് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇറങ്ങി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തിനു വേണ്ടി 40 ദിവസത്തേക്ക് മാറി നിന്നപ്പോഴേക്കും അവർ സാമിരിയുടെ ദുഷ്പ്രേരണക്ക് വശംവദരായി പശുവിനെ ഉണ്ടാക്കി ആരാധിക്കുന്നതിലേക്ക് എത്തി. ഹാറൂൻ അലൈഹിസ്സലാം തടഞ്ഞു നോക്കിയെങ്കിലും അവർക്ക് അതൊരു വില നൽകിയില്ല. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നടന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആദ്യം മൂസാ നബിയുടെ അടുക്കേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോൾ ആരാന്നറിയാതെ മൂസാ നബി അടിക്കുകയും മനുഷ്യരൂപത്തിൽ വന്ന ആ വ്യക്തിയുടെ കണ്ണ് പൊട്ടുകയും റബ്ബിലേക്ക് ചെല്ലുകയും ഇത് മലക്കുൽ മൗത്താന്ന് അറിയിക്കണമെന്നും മരിക്കണോ ഇനിയും ജീവിക്കണോ എന്ന ഓപ്ഷൻ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്തിട്ടുണ്ട്, അത് മൂസാ നബിയെ അറിയിക്കണമെന്നും പറഞ്ഞു. മലക്കുൽ മൗത്ത് അത് അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മരിക്കന്നെയാണ് വേണ്ടത് എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഖുദ്സിന്റെ ഒരു കല്ലെറിഞ്ഞാലെത്തുന്ന ദൂരത്ത് എനിക്ക് മരിക്കണം. എവിടെയാണോ മരിക്കുന്നത് അവിടെയായിരിക്കും പ്രവാചകന്മാരുടെ ഖബറടക്കുക, അതുകൊണ്ട് അവിടെ മരിക്കണം എന്ന് മൂസാ അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. അവിടെ വെച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിട്ട് പറയാണ്, അതുവഴി ഞാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ശരിക്ക് ആ സ്ഥലം, ആ ചുമന്ന മണ്ണ് കുന്ന് കൂടി നിൽക്കുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് ചൂണ്ടിയാണ് കാണിച്ചു തരുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 48-ാമത്തെ ആയത്താണ്
നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത ആയത്തിൽ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും സത്യാസത്യ വിവേചനത്തിലുള്ള പ്രമാണവും പ്രകാശവും ധർമ്മനിഷ്ഠ പുലർത്തുന്നവർക്കുള്ള ഉത്ബോധനവും നാം നൽകുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത്. പ്രസ്തുത ആയത്തിൽ വന്നിട്ടുള്ള ആദ്യ പ്രവാചകന്റെ പേര് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്നായതുകൊണ്ട് തന്നെ മൂസാ നബിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ചക്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ 34 സൂറത്തുകളിലായി 136 തവണ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നിഷ്കളങ്കനായ ഒരു ദൂതനായിരുന്നു എന്ന കാര്യം. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വദ്കുർ ഫിൽ കിതാബി മൂസ, വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾ മൂസാ നബിയെ ഒന്ന് ഓർക്കണം. ഇന്നഹു കാന മുഖ്ലസൻ, അദ്ദേഹം ഒരു നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം ദൂതനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. റിസാലത്തുൻ നുബുവത്തുൻ ലഭിച്ച നിഷ്കളങ്കനായ ഒരു പ്രബോധകനായ വ്യക്തിയായിരുന്നു മൂസ അലൈഹിസ്സലാം എന്ന് സൂറത്തു മറിയമിന്റെ 51-ൽ അള്ളാഹു പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്ഖാഫിൽ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഉലുൽ അസ്മ്, ദൃഢനിശ്ചയത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു മൂസ അലൈഹിസ്സലാം. ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നിനക്കാകണം എന്ന് പറഞ്ഞ ആ 5 പ്രവാചകന്മാർ ആരൊക്കെയാണ്? നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ ഒരാളാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന മൂസ അലൈഹിസ്സലാം. അദ്ദേഹം പ്രത്യേകം പേരിന് അർഹത നേടി. കലീമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിക്കുക വഴി കലീമുല്ലാഹ് എന്ന പേരിന് അദ്ദേഹം അർഹനായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. സൂറത്തു അൻ-നിസായിലെ 164-ാമത്തെ ആയത്താണ്. നമ്മൾ വിശദീകരിച്ചു പറഞ്ഞ പ്രവാചകന്മാരുണ്ട്, വിശദീകരിച്ചു പറയാത്ത പ്രവാചകന്മാരുണ്ട്. പിന്നൊരു പ്രവാചകനുണ്ട്, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, വിശദമായി പറഞ്ഞ പ്രവാചകനാണ്. എന്നാലും ഒന്ന് എടുത്തു പറയാണ്, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു അഭിമുഖമായി സംസാരിച്ചു എന്ന് സൂറത്തു നിസായിലെ 164-ൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം നേടിയ പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 69-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഹു അല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. മൂസാ നബിയെ ബുദ്ധിമുട്ടിച്ചതുപോലെ ജനങ്ങളെ നിങ്ങൾ പ്രവാചകനെ ബുദ്ധിമുട്ടിക്കല്ലേ, അതുപോലെ നിങ്ങൾ ആകരുതേ. എന്തെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലേ? ഇജ്അൽ ലനാ ഇലാഹൻ കമാലുഹും ആലിഹ. ഇതിലും വലുത് എന്താ ഇനി ഒരു പ്രവാചകൻ കേൾക്കേണ്ടത്? മുഴുവൻ പ്രവാചകന്മാരും വന്നത് എന്തിനാ? തൗഹീദ് പറയാനാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയാനാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അത് പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനായ മൂസാ നബിയോട് അവർ പറയണേ, ഇജ്അൽ ലനാ ഇലാഹൻ കമാലുഹും ആലിഹ, അവർക്കൊക്കെ ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും കുറെ ആരാധ്യന്മാരെ നിശ്ചയിച്ചതാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം. അന്ന് ആരും മറയില്ലാതെ കുളിച്ചപ്പോ, മറ സ്വീകരിച്ച് കുളിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ലജ്ജയുടെ മകുടോദാഹരണമായി ആളുകൾ കാണാതെ മാറി നിന്ന് കുളിച്ചപ്പോ പല അസുഖം ഉണ്ടാകും, രഹസ്യഭാഗങ്ങളിൽ മുഴ ഉണ്ടാകും, അതായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കി വിമർശിച്ച് ആ പരിഹാസം കേൾക്കേണ്ടി വന്നൊരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധ ദിവസം അവിടുന്ന് ജനങ്ങൾക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഇത്ര, മറ്റൊരു വ്യക്തിക്ക് ഇത്ര, ഇങ്ങനെ പ്രവാചകൻ ഓരോരുത്തർക്കും അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹിൽ ഖിസ്മ മാ ഉദില ഫിഹാ, പടച്ചോനാണ് സത്യം, ഈ വിഭജനത്തിൽ ഒരു നീതിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ഈ വീതിച്ചു കൊടുത്തതിൽ ഒരു നീതി കാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോ ഒരു സ്വഹാബി അഥവാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ ഖിബറന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് ഞാനിത് പറഞ്ഞു കൊടുക്കും. ഫഅതൈതുഹു ഫഖബർതുഹു, ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ ചെന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു, ഫമൻ യഅദിലു ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു, അള്ളാഹു റസൂലൊന്നും നിങ്ങളോട് നീതി കാണിക്കണില്ല നിങ്ങൾ പറഞ്ഞു, ഇനി ആരെങ്ങളോട് നീതി കാണിക്കുക? നിങ്ങൾക്ക് ആര് നീതി കാണിച്ചു എന്ന് ഇനി തോന്നുക? ഞാൻ നീതിപൂർവകമായി കൊടുത്തൊരു സംഗതി അനീതി നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഇനി ആരെങ്കിലും നീതി കാണിക്കുക? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹു മൂസാ, മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, ഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ, ഇതിലേറെ ആ പാവം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബറ, പക്ഷെ ക്ഷമിച്ചിരുന്നു. മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, ഇതിലേറെ വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രവാചകൻ, പക്ഷേ ക്ഷമിക്കായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം മിഅ്റാജിന്റെ ദിവസമാണ്. മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നമസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട സമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുകയും എന്താണ് റബ്ബിൽ നിന്ന് ഈ ഉമ്മത്തിന് കിട്ടിയത് എന്ന് ചോദിക്കുകയും 50 വക്ത് നമസ്കാരത്തെക്കുറിച്ച് പറയുകയും 5 വക്താക്കി ചുരുക്കി കിട്ടുന്നതുവരെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ആവശ്യം പറയാൻ, ചുരുക്കി കിട്ടാൻ ആവശ്യപ്പെടാൻ പറയുകയും 5 വക്ത് 50 വക്തിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചുകൊണ്ട് നമ്മുടെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതും സ്വഹീഹായി ഹദീസിൽ വന്ന സംഗതികളാണ്. അതാണ് മൂസാ നബിയോട് ഈ ഉമ്മത്തിനുള്ള ഏറ്റവും അടുത്ത ബന്ധമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഞാനതൊന്നും ഹദീസും ഒന്നും വിശദീകരിച്ച് പറയണില്ല, ഞാൻ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്പറടക്കം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും വിശദമായി പറയണില്ല, ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നുണ്ട്, യാ മുഹമ്മദ് ഇന്നഹുന്ന ഖംസു സ്വലവാത്ത് കുല്ല യൗമിൻ വലൈല, രാവും പകലുമായി 5 വക്ത് നിസ്കരിച്ചാൽ മതി. ലികുല്ലി സ്വലാത്തിൻ അശർ, ഓരോ നിസ്കാരത്തിനും 10 ഇരട്ടി കൂലി മിനിമം ഉണ്ട്. ഫദാലിക ഖംസൂന സ്വലാത്ത, അപ്പോൾ 5 നമസ്കാരത്തിന്റെ പ്രതിഫലം കൊണ്ട് തന്നെയാണ് തിരിച്ചു പോണത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിന്റെ വാർത്താനം നിങ്ങൾക്ക് കിട്ടിയില്ലേ? മൂസാ നബിന്റെ സംസാരം, മൂസാ നബിന്റെ കഥ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നിങ്ങനെ ആവർത്തിച്ച് 2 തവണ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വഹൽ അതാക ഹദീസു മൂസാ, വഹൽ അതാക ഹദീസു മൂസാ, നിനക്ക് മൂസാ നബിയുടെ വർത്തമാനം വന്നു കിട്ടിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രം എന്തെന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കാൻ, സഹനവും ക്ഷമയും അധികരിപ്പിക്കാൻ മൂസാ നബിയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അല്ലാഹു ചോദിക്കാണ്. അതേ ചോദ്യം സൂറത്തുൻ നാസിആത്തിൽ 15-ാം വചനത്തിൽ അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. ഹൽ അതാക ഹദീസു മൂസാ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. 15-16 ആയത്തുകളാണ്. അല്ലാഹു പറയാണ്, ഹൽ അതാക ഹദീസു മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? കണ്ടോ? അപ്പൊ മൂസാ നബിയുടെ ചരിത്രം അത്യാവശ്യം പഠിക്കാൻ മാത്രം ഉണ്ട് എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം പറഞ്ഞത് സൂറത്തു ത്വാഹയിലെ 20-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കും. അങ്ങേയറ്റത്തൊരു പ്രബോധകൻ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത് ആരെടുത്തുക്കാൻ നോക്കിയാൽ മാത്രം പോരെ സുഹൃത്തുക്കളെ.
അന റബ്ബുക്കുമുൽ അഅല, ഞാനാ നിങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞ ഒരു ദുഷ്ടന്റെ അടുക്കലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ പറഞ്ഞെടുക്കുന്നത്. എന്നിട്ടും പറയുന്നത് എന്താ അറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ മൃദുലമായി, വളരെ ശാന്തമായി, വളരെ മയപ്പെടുത്തിക്കൊണ്ടാണ് അവനോട് സംസാരിക്കേണ്ടത്. എത്ര വലിയ ശത്രുവാണെങ്കിലും പറയണോന്റെ മാന്യത കീപ്പ് ചെയ്യണം. അതാണ് അതിന്റെ അർത്ഥം. മൂസാ നബിയാണ്, അപ്പുറത്ത് ഫിറൗനാണെങ്കിലും. അതുകൊണ്ട് ഒരു നബിക്ക് യോജിക്കാത്ത, ഒരു പ്രബോധകന് പറ്റാത്ത, അദബുകേട് ഇല്ലാത്ത വിധം മാന്യമായി, നല്ല ഭാഷയിൽ, സരളമായ ശൈലിയിൽ, മയത്തിൽ സംസാരിക്കണമെന്ന് ഒരു പ്രബോധകന്റെ ഗുണമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, ഒരു ഹദീസിൽ നമുക്ക് കാണാം, കൂടുതൽ അനുയായികളെ കിട്ടുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല ഖറജ അലൈന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ പുറപ്പെട്ടു. ഖാല, എന്നിട്ട് പറഞ്ഞു, ഉരിലത്ത് അലയ്യൽ ഉമമു, മുൻ സമൂഹങ്ങളെ എനിക്ക് കാണിക്കപ്പെട്ടു, മുൻ സമുദായങ്ങളെ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. വറഅയ്തു സവാദൻ കസീറൻ സദ്ദൽ ഉഫുഖ്, ചക്രവാളം മുട്ടി നിൽക്കെ നിറഞ്ഞ തികഞ്ഞ വൻ സംഘത്തെ, ഒരു വലിയ സൈന്യത്തെ, സമൂഹത്തെ ഞാൻ കണ്ടു. ഹാദാ മൂസ വഖൗമുഹു, അത് മൂസാ നബിയും ജനങ്ങളുമായിരുന്നു. ഹാദാ മൂസ ഫി ഖൗമിഹി, മൂസാ നബി അദ്ദേഹത്തിന്റെ ജനതയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സംഘമായി ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ലാ തുഖയ്യിറൂനി അലാ മൂസ, മൂസാ നബിനേക്കാളും ഞാനാണ് ഖൈർ നിങ്ങൾ പറയരുത്. യഥാർത്ഥത്തിൽ ശ്രേഷ്ഠതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നതിയിലാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ പ്രവാചകൻ മോശം, ഈ പ്രവാചകൻ ഉഷാർ, ആ രീതി ഇസ്ലാമിൽ ഇല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും നമുക്ക് വേർതിരിവില്ല. ശ്രേഷ്ഠതകളിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷെ എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുഖയ്യിറൂനി അലാ മൂസ, മൂസാ നബിനേക്കാളും ഞാനൊരു ഖൈർ നിങ്ങൾ അങ്ങനെ പറയണ്ട. ഫഇന്നന്നാസ യസ്അഖൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എല്ലാ മനുഷ്യന്മാരും തളർന്നു വീഴും, മരിച്ചു വീഴും, ബോധം കെടും. ഫഅകൂനു അവ്വല മൻ യുഫീഖ്, ആദ്യം ബോധം തെളിഞ്ഞു ഉണരുന്ന ആള് ഞാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിശുദ്ധ ഖുർആൻ തന്നെ പറയില്ലേ, വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലൊക്കെ ചലനമറ്റു വീഴും. അങ്ങനെ വീണിട്ട് പിന്നീട് ഉണർന്നെഴുന്നേൽക്കുന്നവൻ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഫൈദാ മൂസ ബാതിഷുൻ ജാനിബൽ അർശ്, അവൻ അന അവ്വലു മൻ യൻശഖു മിൻഹുൽ ഖബർ, അങ്ങനെ ഒരു ഹദീസിലുള്ളത്, ഖബർ പിളർന്ന് ആദ്യം പുറത്തേക്ക് വരിക ഞാനാണ്. അങ്ങനെ എല്ലാവരും ചെന്ന് അള്ളാന്റെ അടുക്കൽ എത്തുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അർഷിന്റെ അടുത്ത്, അള്ളാന്റെ അടുത്ത് അർഷും പിടിച്ചു ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണേ, ഫലാ അദ്രി അകാന ഫീമൻ സഅക ഫഅഫാഖ ഖബ്ലി ഔ കാന മിമ്മൻ ഇസ്തസ്നല്ലാഹ്, ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന് അല്ലാഹ് പറയുന്നുണ്ട്, ഇല്ലാ മാ ഷാ അല്ലാഹ് ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? എല്ലാവരും വീഴും, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെയും. ആ ഒഴികെന്ന് പറഞ്ഞില്ലെങ്ങാനും പെട്ടോ, അതല്ല ആദ്യം എല്ലാവരും വീണു, ഞാൻ ആദ്യം ഉണർന്നതെങ്കിലും പിന്നെ വേഗത്തിൽ എത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താപ്പം അങ്ങനെ, എന്താപ്പം എങ്ങനെയെന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് അതേപോലെ അങ്ങോട്ട് വിശ്വസിക്കുക. അല്ലാഹു ആലം. സുഹൃത്തുക്കളെ, അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗുണപാഠങ്ങളാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു പ്രവാചകനാണ് ഹാറൂൻ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർദ്ദേശപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനാക്കി കൊടുത്ത തന്റെ സഹോദരൻ കൂടിയാണ് ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികു ഫീ അംരി എന്ന് പറഞ്ഞ ആ സംഭവം അതാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. 20 സ്ഥലത്താണ് ഹാറൂൻ നബിയുടെ പേര് ഖുർആനിൽ വന്നിട്ടുള്ളത്. മൂസാ നബിയുടെ എത്രയാണ്? 136. എത്ര സൂറത്തുകളിലാ? 34. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് വിശുദ്ധ ഖുർആനിൽ 20 സ്ഥലത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കല്ല, വേഗത്തിൽ പറഞ്ഞു പോകുക മാത്രമാണ്. സൂറത്തുൽ ബഖറയിലെ 248,
സൂറത്തുൽ അഅറാഫിലെ 142, സൂറത്തു മറിയമിലെ 28, സൂറത്തു മറിയമിലെ തന്നെ 53, സൂറത്തു ത്വാഹയിലെ 30, സൂറത്തു ത്വാഹയിലെ 70, സൂറത്തു ത്വാഹയിലെ 90, സൂറത്തു ത്വാഹയിലെ 92, സൂറത്തുൽ മുഅ്മിനൂനിലെ 45, സൂറത്തുൽ ഫുർഖാനിലെ 35, സൂറത്തു ശുഅറായിലെ 13, സൂറത്തുൽ ഖസസിലെ 34, സൂറത്തു നിസായിലെ 163, സൂറത്തുൽ അൻആമിലെ 84, സൂറത്തുൽ അഅറാഫിലെ 122, സൂറത്തു യൂനുസിലെ 75, സൂറത്തുൽ അംബിയായിലെ 48, സൂറത്തു ശുഅറായിലെ 48, സൂറത്തു സ്വാഫാത്തിലെ 114, സൂറത്തു സ്വാഫാത്തിലെ 120. ഇങ്ങനെ 20 സ്ഥലങ്ങളിൽ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ ആ 2 പ്രവാചകന്മാർക്കും കൊടുത്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടി പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കുക. ഒന്ന്, അൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കാൻ പറ്റുന്ന ഒരു പ്രമാണമാണ് കൊടുത്തു. അത് വലിയൊരു തൗഫീഖാണ് അല്ലേ? സത്യവും അസത്യവും വേർതിരിക്കാൻ ഇനി വേറെ എടുക്കും പോണ്ട, തൗറാത്താണ് സ്വീകരിച്ചാൽ മതി അന്നത്തെ കാലത്ത്. പിന്നീട് കൂട്ടിച്ചേർക്കലും വെട്ടിച്ചുരുക്കലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇനി മൂസാ നബിന്റെ മതത്തിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു ജൂതൻ വിശ്വാസിയാവൂല, സ്വർഗം കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തി ഖുർആൻ ഇറങ്ങിയതോടുകൂടി ഖുർആനിൽ വിശ്വസിക്കൽ നിർബന്ധമായി. അതുപോലെ തന്നെ ദിയാ ആയിരുന്നു, ഇരുട്ടുകളെ ഭേദിക്കാൻ കൂരിട്ടിൽ തപ്പുന്ന മനുഷ്യർക്ക് വെളിച്ചം നൽകുന്ന പ്രകാശ ഗോപുരമായിരുന്നു, വിളക്കുകാലായിരുന്നു തൗറാത്ത്. വദിക്റല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഉത്ബോധനമാണ്, ഉപദേശമാണ്. അമാനി മൗലവി റഹ്മഹുല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഈ ആയത്തിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് എന്തു ഉപകാരപ്പെടുള്ളൂ എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇത് ഫുർഖാനാണ്, ലിയാ ആണ്, ദിക്റാണ്. പക്ഷെ മുത്തഖി ആയാലേ കാര്യമുള്ളൂ. ഹൃദയത്തിൽ തട്ടണം എന്നുണ്ടെങ്കിൽ പടച്ചോനെ പേടി വേണം. അല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു ഒച്ച, ഖുർആനിലെ ആയത്ത് ഒരു സൗണ്ട്, മനസ്സിലാണ്ടോ പറയുന്നത്? എന്നാൽ അള്ളാഹുവിന്റെ കലാമാണെന്ന് ബോധ്യപ്പെട്ട് പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് ആയത്തുകൾ ഹൃദയത്തിൽ സ്പർശിക്കും. ആയത്തുകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആയത്തുകൾ അവരുടെ ജീവിതത്തിലെ തിന്മകളെ പിഴുതെറിയാൻ സഹായിക്കും. ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ നന്മകളെ വെച്ച് പിടിപ്പിക്കാൻ, നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ആയത്തൊന്നുകൂടി നോക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 48-ാമത്തെ ആയത്തിൽ പറയുന്ന ഭാഗം ഒന്നുകൂടി നമുക്കൊന്ന് ഓതി അർത്ഥം പറയാം. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകുകയുണ്ടായി, മൂസാ നബിക്ക്, ഹാറൂൻ നബിക്കും, അൽ ഫുർഖാന, സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണം, വലിയാ, പ്രകാശവും, വദിക്റല്ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പുലർത്തുന്നവർക്ക് ഉത്ബോധനവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതോടൊപ്പം ഒരു ചെറിയ കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം പറഞ്ഞയച്ച സംഭവം വിശദീകരിക്കുമ്പോൾ അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹ്മഹുല്ലാ പറയാണ്, എപ്പോഴും ഒരാള് ചെയ്താൽ നടക്കാത്തത് ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിൽ നടക്കും. 10 ആൾ കൂടുമ്പോൾ ശക്തി കൂടും. അൽബാനി റഹ്മഹുല്ലാ ഇത് പറയാനുണ്ടായ ഒരു കാരണം, അദ്ദേഹം ചോദിക്കപ്പെട്ടു, എൻ്റെ നാട്ടിൽ ദഅവത്ത് നടത്തുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കെ ഞാൻ അതിൽ ചേർന്ന് പ്രവർത്തിക്കൽ അനിവാര്യമാണോ, അതല്ല എന്നെ കൊണ്ട് കഴിയുന്ന ദഅവത്ത് ഞാൻ ഒറ്റക്ക് നടത്തിയാൽ മതിയോ എന്ന ചോദ്യം. അൽബാനി റഹ്മഹുല്ലാ ഉത്തരം പറയുമ്പോൾ ആദ്യം ചെയ്തത് എന്താ അറിയോ? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അദ്ദേഹം പറഞ്ഞു, അൽ ബറക്കത്തു മഅൽ ജമാഅ, യദുല്ലാഹി മഅൽ ജമാഅ, സംഘത്തിൻ്റെ കൂടെ ഒന്നിച്ചു നിൽക്കുന്നവന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ യദുണ്ടാവുക. അവന്റെ ബറക്കത്ത് അവൻ വാരിക്കോരി ചൊരിയ ടീമായി നിൽക്കുന്നവർക്കാണ് എന്ന് അദ്ദേഹം ഹദീസ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ആടിനെ ചെന്നായ വേഗത്തിൽ പിടിക്കും എന്നതുകൊണ്ട്
ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. എന്നതുകൊണ്ട് താങ്കൾ അവരുടെ കൂടെ കൂടാതെ വേറിട്ട് നിൽക്കുക വഴി എൻ്റെ അറിവും എൻ്റെ പരിചയവും എൻ്റെ ഫഹുമും എൻ്റെ തെജ്രിബയും വെച്ച് ഞാൻ പറയട്ടെ, നീ ദഅവത്ത് തന്നെ നിർത്തുന്നതിലേക്ക് എത്തും. അൽബാനി റഹ്മത്തുള്ള ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ സംഗതിയാണ്, കൂട്ടായ്മയുടെ മഹത്വം പറഞ്ഞത് അദ്ദേഹം. അത് വേറിട്ട് പോകണവന് അധിക ശക്തിയൊന്നും കിട്ടൂല. എന്നിട്ട് ഞാൻ ഇത് പറയണത് എന്തിനറിയോ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായത് ഒറ്റക്ക് പോളിയിലേറെ നല്ലത് ഒരാളും കൂടിയും കൂടെ ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് ഫിറഔന്റെ അടുക്കലേക്ക് പൊയ്ക്കോന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരാളെ കൂടെ തരണേ, ഹാറൂനിനെ പ്രവാചകനാക്കണേ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. എന്നിട്ട് അൽബാനി റഹ്മത്തുള്ള ഒരു ആയത്തും കൂടി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഖാല സനശുദ്ദു അളുദക ബി അഖീക്, സഹോദരനെ കൂടി ഒപ്പം വന്നിട്ട് ദഅവത്തിന് ശക്തി പകർന്നോളാ എന്ന് അല്ലാഹ് പറഞ്ഞു. സൂറത്തുൽ ഖസസിലെ 35-ാമത്തെ ആയത്താണ്. ദഅവത്തിന് പോകാൻ നിന്നപ്പോ ആയിക്കോട്ടെ, സഹോദരനെ കൂടി ഒപ്പം വിട്ടിട്ട് ശക്തി കൂട്ടിത്തരാ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ആ ശക്തിയിൽ നിന്ന് മാറിക്കണേ, ചേർന്ന് നിന്ന് പ്രവർത്തിച്ചോ എന്ന് അൽബാനി റഹ്മത്തുള്ള മറുപടി കൊടുക്കുക. അപ്പൊ ദഅവത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെങ്കിൽ ആ ദഅവത്ത് കൂട്ടമായി ചെയ്യുമ്പോൾ ശക്തി പകരുമെന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ചരിത്രത്തിൽ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചേർന്ന് നിന്ന് ധാരാളം ഇൽമു നേടാനും പരമാവധി അമല് ചെയ്യാനും സ്വബറോട് കൂടി ദഅവത്ത് നടത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപപ്പിഴവുകൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في غزة يا ذا الجلال والعزة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.